നമസ്കാരം. നമുക്കൊരല്പം ചായക്കാര്യം സംസാരിച്ചാലോ? ഒരു ചായയിൽ ഇത്രമാത്രം സംസാരിക്കാൻ എന്താണുള്ളത്, അല്ലേ? അതായത് നമുക്കൊരല്പം പിന്നിലേക്ക് പോകാം. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഗുരു ഭീഷ്മാചാര്യര് അസ്ത്രമേറ്റ് നിലംപതിച്ചു. അസ്ത്രമേറ്റ് നിലംപതിച്ചിട്ട് ആ ശരശയ്യയിൽ മരണം കാത്ത് കിടക്കുന്ന സമയത്ത് അപ്പോഴാണ് അദ്ദേഹം ആകാശത്തിൻ്റെ ഭംഗി കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട്. ആ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മരുടെ ഒരു പ്രാർത്ഥനയുണ്ടത്രേ, ഈ ഒരു ആകാശത്തിൻ്റെ ഭംഗി കാണാനാണെങ്കിൽ പോലും എൻ്റെ ആയുസ്സ് ഒരല്പം നീട്ടിത്തരണേ എന്ന്. നോക്കൂ, ഭീഷ്മാചാര്യര് വളരെയധികം പണ്ഡിതനാണ്, അത്രമാത്രം അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ്, ഗുരുവാണ്, ഗുരുനാഥനാണ്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് പോലും ഈ ഒരു മരണശയ്യയിൽ കേവലം ആകാശത്തിൻ്റെ ഭംഗി കാണുന്നതിന് വേണ്ടി ആയുസ് കൂട്ടിത്തരണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു നിയോഗമുണ്ടായി എങ്കിൽ സാധാരണ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമല്ലേ? അതായത് ജീവിതത്തിൽ നമ്മൾ നിരന്തരം കടന്നു പോകുന്ന, നമ്മൾ നിരന്തരം അനുഭവിക്കുന്ന, അറിയുന്ന പലതിനെയും വാസ്തവത്തിൽ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് നമ്മൾ ആസ്വദിക്കാറില്ല. അത് തന്നെയാണ് ചായക്കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ശരാശരി മലയാളിയുടെ ദേശീയ പാനീയമായിട്ടാണ് ചായയെ പറയുന്നത്. കേവലം ദാഹമകറ്റുന്നതിനുള്ള അല്ലെങ്കിൽ ഉന്മേഷം കൈവരിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് മാത്രമല്ല, സൗഹൃദം പങ്കിടാനും പ്രണയം പങ്കിടാനും കുശലം ചൊല്ലാനുമെല്ലാം ഒരു ചായയുടെ മേമ്പൊടി നമ്മൾ സ്വീകരിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഒരു ചായയെ ചായയാക്കുന്നത്, മധുരമിറ്റിക്കുന്നതാക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ ചേർക്കുന്ന ചായപ്പൊടിയോ പഞ്ചസാരയോ പാലിൻ്റെ അളവോ മാത്രമല്ല, പിന്നെയോ ആ ഒരു ചായ ആരാണ് നമുക്ക് പകർന്നു തരുന്നത്, ആരോടൊപ്പമാണ് നമ്മളൊരു ചായ പങ്കിടുന്നത്? ഇത് വളരെ ആഴത്തിലുള്ള ഒരു ഹൃദയാനുഭൂതി പകർന്നു തരുന്ന കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ആരോടൊപ്പമാണ് ആ ഒരു ചായ പങ്കിടുന്നത് എന്നുള്ളത്, ആരോടൊപ്പമാണ് ആ മധുരം നുണയുന്നത് എന്നുള്ളത്, ആരാണ് ആ ചായ നമുക്ക് പകർന്നു തരുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ആരാണ് നമുക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ മധുരം കിനിയുന്ന ഒരു ചായ ഹൃദയം കൊണ്ടുണ്ടാക്കിയത് എന്നുള്ളത് വളരെയധികം പ്രസക്തം തന്നെയാണ്, അല്ലേ? അതിനനുസരിച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും അതിൻ്റെ രുചി വൈവിധ്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് പകർന്നു കൊടുത്ത ഒരു ചായ അത് ആർക്കായിരുന്നു? അതുപോലെ തന്നെ ആരോടൊപ്പം പങ്കിട്ട ആ ഒരു ചായയായിരുന്നു ഓർമ്മകളിൽ ഇന്നും മായാതെ അവശേഷിക്കുന്നത്. ഇനിയും ഓർമ്മകളിൽ മായാതെ നിലനിൽക്കുന്ന മറ്റേതെങ്കിലും വിധത്തിലുള്ള ചായക്കഥകളുണ്ട് എങ്കിൽ അതും ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. ഈ ഒരു വിഷയം, ഈ ഒരു ചിന്ത, ഈ ഒരു ആശയം ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഉപകാരപ്രദമായ ചിന്തോദ്ദീപകങ്ങളായ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ.